ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകമാസകലം അങ്ങയുടെ നാമത്തെ പ്രതി പീഡകൾ സഹിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവർക്ക് ധൈര്യം പകരണമേ. പരിശുദ്ധ അമ്മേ, ആശ്വാസമായി അവരുടെ പക്കലേക്ക് നീ കടന്നു ചെല്ലണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 34-ാം വചനം ഇങ്ങനെ പറയുന്നു: ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. നമുക്കതിൻ്റെ സന്ദർഭം അറിയാം. പരിശുദ്ധ അമ്മയും ഔസ്യപിതാവും ഉണ്ണിയായ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ ചെന്ന സമയത്ത് ശിമയോൻ എന്നൊരു മഹാത്മാവ് ഉണ്ണിയായ ഈശോയെ കരങ്ങളിലേന്തി പറഞ്ഞ പ്രവചനമാണ് ഈ ഒരു വചനഭാഗ്യം. നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് വന്ന് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നുണ്ട്. ദൈവപിതാവിൻ്റെ വചനം അമ്മയുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു ക്രിസ്തു എന്ന് അറിയപ്പെടും, പാവവിമോചകനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വാഗ്ദാന വചനം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് മാലാഖയിലൂടെ വന്നത് ദൈവപിതാവിൻ്റെ വചനമാണ്. ആ വചനത്തെയാണ് അമ്മ ഗർഭം ധരിച്ചത്, ആ വചനത്തെയാണ് പ്രസവിച്ചത്. ആ വചനത്തെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ വന്നു. ഉണ്ണിയായ വചനത്തെ ശിമയോൻ എന്നൊരു മഹാത്മാവ് കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ഒരു വചനം അവിടെ പറയുകയാണ്. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. ഇവൻ ഇസ്രായേലിൽ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുകയും ചെയ്യും. ശരിക്കും അതൊരു പ്രവചനമാണ്. ഞാനൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാറുണ്ട്. അതായത് വചനമാണല്ലോ അമ്മ ഗർഭം ധരിച്ചത്, വചനത്തെയാണ് മാംസം ധരിച്ചത്, വചനത്തെയാണ് പ്രസവിച്ചത്, വചനത്തെ കരങ്ങളിലേന്തി ശിമയോൻ പറഞ്ഞ കാര്യങ്ങൾ. ഈ വചനങ്ങളാണല്ലോ ഈ ബൈബിൾ ഉടനീളം എഴുതി വെച്ചിരിക്കുന്നത്, യേശുവിൻ്റെ ആദരത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ലോകമാസകലം ഈ ക്രൈസ്തവർ ഇതുപോലെ വേട്ടയാടപ്പെടുന്നത്? വചനമനുസരിച്ച് ജീവിക്കുന്നവർ, മിഷണറിമാർ, വചനമായി കടന്നു ചെല്ലുന്നവർ, വചനപ്രഘോഷകർ, അതുപോലെ വചനത്തിന് വേണ്ടി ഉടലെടുത്ത് വന്ന പ്രസ്ഥാനങ്ങൾ, സഭയുടെ സ്ഥാപനങ്ങൾ, ഇതെല്ലാം വേട്ടയാടപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് വേട്ടയാടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത്? ഈ ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവിടെ ഒരിക്കലും ആരെയും കൊള്ളയടിക്കാൻ ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നില്ല. അശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഇത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആരെയും കൊല്ലാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. വെറുപ്പ്, വിദ്വേഷമൊന്നും ഉള്ളിൽ വെച്ച് നടക്കാൻ ഈ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നില്ല. സ്നേഹിക്കാൻ മാത്രം പഠിപ്പിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ ലേൺ ചെയ്യിപ്പിച്ച് നല്ലൊരു വ്യക്തിത്വമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്നവർ, അല്ലെ ഇതിലെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരെ എന്തുകൊണ്ട് എങ്ങനെ എതിർക്കുന്നത്? എനിക്കൊരു ആത്മീയ സുഹൃത്തുണ്ട്. അവർ ഈ എത്തപ്പെടാത്ത സ്ഥലത്തൊക്കെ ചെന്ന് ഈ ഗോത്ര ഭാഷകളൊക്കെ പഠിച്ചിട്ട് ആ ഭാഷയിൽ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് അവർ ചെയ്യുന്നത്. ഏതാണ്ട് 10-20 ലക്ഷത്തിലുള്ള അധികം ബൈബിളുകൾ അവർ പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഡയറക്ടർ ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ആസാം എന്നൊരു സ്റ്റേറ്റിൽ ഒരു കുടിൽ പണിയാൻ ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടിയെങ്കിൽ 5 സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ ഭാഷയിൽ നമുക്ക് ബൈബിള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കൊടുക്കില്ല, ഭയക്കുന്നു. ഞാനും വിദേശത്ത് കുറച്ചുനാൾ വർക്ക് ചെയ്താണ്. ഞാൻ വർക്ക് ചെയ്ത രാജ്യത്ത് ബൈബിള് അലൗഡല്ല. ആ രാജ്യത്ത് ബൈബിൾ അലൗഡല്ല. അവിടെ കോസ്വേയിൽ, അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ബാഗും എല്ലാം അരിച്ചു പിറക്കും. ഇങ്ങനെ ഒരു ഗ്രന്ഥം കിട്ടിയാൽ അവർ തീക്കകത്തെടുത്ത് കത്തിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് അവരിങ്ങനെ ഭയക്കുന്നത്? അല്ല, ഇത് കയ്യിൽ വെച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്? ഇനി ചില രാജ്യത്തിലൊന്നും ഇത് അലൗഡേ അല്ല. അവിടെയൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നേതാക്കന്മാരൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അല്ലെ, ദേവാലയങ്ങൾ കത്തിക്കുന്നു, നശിപ്പിക്കുന്നു, സ്ഥാപനങ്ങളെ വേട്ടയാടുന്നു. ക്രിസ്തീയ സ്ഥാപനങ്ങളെയൊക്കെ അനുദിനം വേട്ടയാടുന്ന ഒരു കാലഘട്ടമാണിത്. 4 ഭാഗത്തുനിന്നും എതിർക്കുന്നു. ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പല വ്യക്തികളും പല വിമർശനങ്ങൾക്കൊക്കെ കാരണമാകുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ശിമയോൻ എന്നൊരു പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ട പ്രവചന വചനം, ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇവൻ കാരണമാകും. അനേകരുടെ ഹൃദയ വിചാരങ്ങൾ ഇവൻ മൂലം വെളിവാക്കപ്പെടും.
എനിക്ക് തോന്നുന്നു നമ്മൾ പതുക്കെ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ, വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഈ ഉണ്ണി രൂപപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വചനം മാംസം ധരിക്കാൻ തുടങ്ങും. വചനമാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ പയ്യെ ഒരു ജന്മം കൊള്ളും. അത് പതുക്കെ വളരാൻ തുടങ്ങും. അത് വളരാൻ തുടങ്ങുമ്പോൾ ഈ ശിമയോനിലൂടെ അന്ന് പ്രവചിച്ച അതേ വചനം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ, വചനമനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ആ പ്രവചന വചനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങും. ഞാൻ, നീ ഒരു വിവാദ വിഷയമായ അടയാളമായിരിക്കും. പലരുടെയും മുമ്പിൽ നമ്മളിങ്ങനെ നിൽക്കും. ഒരു വിവാദ വിഷയമായ ഒരു അടയാളമായിട്ട് ദൈവം നമ്മളെ ഉയർത്തി നിൽക്കും. പലരും നമ്മളെ നോക്കി ഞെട്ടും. അതുപോലെ തന്നെ നമ്മൾ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. എൻ്റെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ബൈബിൾ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എൻ്റെ കയ്യിൽ കിട്ടിയ മൊമെൻ്റ് തൊട്ടാണ് എൻ്റെ ജീവിതത്തിന് ഒരു ക്വാളിറ്റി വരാൻ തുടങ്ങിയത്. എൻ്റെ സംസാരത്തിന് ഒരു ക്വാളിറ്റി വരാൻ തുടങ്ങിയത്. നമ്മൾ ചലവല എന്ന് സംസാരിക്കുന്നതിലല്ല കാര്യം നല്ല ക്വാളിറ്റി നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്നതിലാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങുന്നത്, ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങുന്നത്, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരാൻ തുടങ്ങുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിലവാരം മെച്ചപ്പെടാൻ തുടങ്ങുന്നത്, ഒരു സമൂഹത്തിൻ്റെ നിലവാരം മാറുന്നത്. എന്തുകൊണ്ടാണ് ഈ മിഷണറിമാരെയൊക്കെ ഇതുപോലെ എതിർക്കുന്നത്? അവരെന്താ ചെയ്യണത്? ഒരു എത്തിപ്പെടാത്ത സ്ഥലത്ത്, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കുഞ്ഞുങ്ങളെ 4 അക്ഷരം പഠിപ്പിച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്? വിഷയം ഉണ്ടാകാൻ തുടങ്ങും. കാരണം അവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്റ്റാറ്റസ് മാറാൻ തുടങ്ങും, അവരുടെ ജീവിതത്തിൽ നിലവാരം മാറാൻ തുടങ്ങും. അപ്പം പലരും അവരെ അടിച്ചമർത്തിയിട്ടുണ്ട്. ആ അടിച്ചമർത്തലുകൾ മാറാൻ തുടങ്ങും. കാരണം വചനം പറയുന്നു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയാണ്. തുറന്നു നോക്കുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പ്രവചന വചനം വായിച്ചുകൊണ്ടാണ് യേശു തൻ്റെ മിഷൻ ആരംഭിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം വചനം ആരുടെ ഉള്ളിലേക്ക് പോകുന്നോ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടും. അവൻ ആരുടെയും അടിമയായിരിക്കില്ല. അതിനെ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന, അവൻ്റെ ഉള്ളിൽ ജനിക്കുന്ന വചനം അത് അവനെ കൊണ്ട് സമ്മതിപ്പിക്കില്ല ആരുടെയും അടിമയായിരിക്കാനായിട്ട്. കാരണം അവൻ പതുക്കെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടും. അവൻ്റെ ചിന്ത സ്വതന്ത്രമാകാൻ തുടങ്ങും. അടിമത്തത്തിൽ നിന്നെല്ലാം മാറാൻ തുടങ്ങും. അവൻ്റെ നിലവാരം മാറാൻ തുടങ്ങും. ആരുടെ അടിമയായിട്ടാണ് അവൻ കഴിഞ്ഞത്, അവിടുന്ന് ആ അടിമത്തത്തിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കും, വെളിയിലേക്ക് വരും. അവൻ്റെ ജീവിത സ്റ്റാറ്റസ് മാറാൻ തുടങ്ങും. ആ ഒരു സാധനം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി ഇത് ഒരാളുടെ കാര്യം. അപ്പം ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട്, ഒരു കുഗ്രാമത്തിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് ഒരു മിഷണറി ചെന്നിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എത്രയോ കുഞ്ഞുങ്ങളായിരിക്കും അവിടെ പഠിക്കാൻ വരുന്നത്. ഞാനൊക്കെ ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഞങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സ്കൂളുകൾ, കോളേജുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒത്തിരി ഉള്ള ഏരിയയിലൊക്കെ, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ ഒത്തിരി ഉള്ള ഏരിയയിൽ ഞാൻ സ്കൂളിലൊക്കെ ചെന്നിട്ടുണ്ട്. കാരണം അങ്ങോട്ടൊക്കെ നമുക്ക് നടന്നു പോകാൻ പോലും പറ്റത്തില്ല. അത്രയും ഉള്ളിൽ നമ്മുടെ ക്രിസ്തീയ സ്ഥാപനങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. കാരണം ആ ഒരു സ്ഥാപനം വരുന്നതോടുകൂടി ആ ഒരു ദേശത്തിന് തന്നെ മാറ്റം വരികയാണ്. ആ പിള്ളേരെല്ലാം നല്ല ക്വാളിറ്റിയിൽ വരാൻ തുടങ്ങുന്നു. അവരുടെ ഡ്രസ്സിങ് ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം മാറുന്നു, ചിന്താഗതികൾ മാറുന്നു, ആറ്റിറ്റ്യൂഡ് മാറുന്നു, ആ പ്രദേശത്തിന് മാറ്റം വരാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവരെ അടിച്ചമർത്തപ്പെട്ട ചില ആൾക്കാർക്ക് വിഷയമാണ്. കാരണം അതുകൊണ്ടാണ് ഇവ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകുമെന്ന് പറയുന്നത്. അപ്പം ഒരു മിഷണറി അവിടെ ചെന്ന് ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്ക് പലരുടെയും ഉയർച്ചയ്ക്ക് അത് കാരണമാകുക. സെയിം വേ അപ്പുറത്തെ സൈഡിൽ പലരുടെയും താഴ്ചയ്ക്കും അത് കാരണമാകുക. കാരണം ഇവരെ യൂട്ടിലൈസ് ചെയ്ത്, ഇവരെ ഉപയോഗിച്ച് കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങൾക്കും വീഴ്ച സംഭവിക്കും. ആ വീഴ്ച സഹിക്കാൻ പറ്റാതെയാണ് ഈ എതിർപ്പുകൾ ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ഞാനും ഇത് ഒത്തിരി അനുഭവിച്ചൊരു വ്യക്തിയാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു സ്ഥാപനത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ഉയർച്ച, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല. ദിസ് ഇസ് എ ഫാക്ട്. നമുക്കൊരു നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, ഞാനൊക്കെ ഒട്ടും ഒരു സാഹചര്യം ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഒരു MTech ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. ഞാൻ അത്രയൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ തന്നെ ആണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ ഒരു ഒറ്റപ്പെടൽ നന്നായിട്ട് അനുഭവിച്ചു തുടങ്ങിയതാണ്. അതിനും കാരണം ഈ എതിർപ്പാണ്. കാരണം നമ്മൾ പൊങ്ങി വരുന്നതിൽ പലർക്കും അതിലുണ്ടാവുന്ന ഒരു ജലസി. അതുപോലെ നമ്മുടെ നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഭയങ്കര റിസൾട്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ആധികാരികത കാണും.
കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വചനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഒരു ബുദ്ധിയുടെ തലവോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിൻ്റെ തലവോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ വചനം നിറയുന്നതാണ് അതിന് കാരണം. കാരണം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ബൈബിൾ തുറന്ന് വായിക്കുന്നു, വചനം ധ്യാനിക്കുന്നു. ഒരു ദിവസം ഈശോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ഇന്ന് ജീവിക്കാനുള്ള വചനം ഞാൻ പരിശുദ്ധ കുർബാനയുടെ മധ്യേ തരാം. അപ്പോൾ നീ ഓരോ ദിവസം പ്രഭാതത്തിൽ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ കുർബാനയ്ക്ക് മധ്യേ ലേഖനത്തിലൂടെ, സുവിശേഷത്തിലൂടെ, പഴയ നിയമ വായനയിലൂടെ നീ ഒരു വചനം അടർത്തിയെടുത്ത് നീ പ്രാക്ടിക്കലി ജീവിക്കുക. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കാണാൻ പഠിക്കാനുള്ളതൊന്നും അല്ല, അത് പ്രാക്ടിക്കലി ജീവിക്കാനുള്ളതാണ്. അത് ജീവിതമാണ്. ഇറ്റ്സ് അവർ ലൈഫ്. അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഉണ്ണിയായ ഈശോ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വീണതുപോലെ തന്നെ, വളർന്നു വരുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഈ വചനം പതുക്കെ രൂപപ്പെടാൻ തുടങ്ങും, മാംസം ധരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഓറിയൻറ്റഡിലേക്ക് ഈ വചനം എത്താൻ തുടങ്ങും. കാരണം വചനത്തിന് 2 തലമുണ്ട്. ഒരു പ്രവൃത്തി തലവും കൂടി വചനത്തിനുണ്ട്. ദൈവമായ കർത്താവ് അരുൾ ചെയ്ത് വെളിച്ചം ഉണ്ടാവട്ടെ, ഇത് വചനമാണ്. ഉണ്ടായി, അത് പ്രവൃത്തി തലമാണ്. അങ്ങനെ 2 തലമുണ്ട് ഈ വചനത്തിന്. ഉൽപ്പത്തി 1:3 പറയുന്ന പോലെ. അതുപോലെ എല്ലാ വചനത്തിനും എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന വചനമാണ് അടുത്തൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ തന്നെ ഈ വചനം നമ്മളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലത്ത് നമ്മളെ എത്തിക്കും. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സകല കംഫർട്ട് സോണിനെയും ഈ വചനം നമ്മളെ കൊണ്ട് ബ്രേക്ക് ചെയ്യിപ്പിക്കും, റിസ്ക് എടുപ്പിക്കും ജീവിതത്തിൽ. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി, ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഭയങ്കര ഒരു അപ്പർ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കത് നന്നായിട്ട് അറിയാം. എൻ്റെ കമ്പനിയുടെ പേര് പോലെ ആൽഫ ആൻഡ് ഒമേഗ എന്നാണ്. അത് കർത്താവിൻ്റെ നാമമാണ്. വെളിപാടിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആദ്യം അന്ത്യമാണ്, ആൽഫയും ഒമേഗയുമാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് നമ്മളൊരു 10-200 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. ദിസ് ഇസ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ വചനമാണ്. അത് നമ്മൾ ആവർത്തിച്ച് ചൊല്ല അതിൻ്റെ ഒരു പ്രസൻസ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന ഒരു കാര്യം ഞാൻ കമ്പനി കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആർക്കും ഒരു ഉടായ്പും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ആരെന്ത് ഉടായ്പ് കാണിച്ചാലും തൊട്ടടുത്ത ദിവസം ഈ സാധനം പൊങ്ങും. ഭയങ്കര ഒരു മിറാക്കിളാണ് ആ കമ്പനിയുടെ. അതുപോലെ തന്നെ ഒരിക്കലും ഒരു താഴ്ച അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ബിസിനസ് ഇങ്ങനെ ഗ്രോ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ബിസിനസ് സെക്ടേഴ്സിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം ഇഷ്യൂസ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നറിയാം. ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇത് അതുപോലെ ഞങ്ങൾ ഞെരുക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ നടുക്കാണ് നമ്മൾ ഓരോ ഓർഡറൊക്കെ പൊക്കുന്നത്. നമുക്കുള്ള കാര്യങ്ങൾ ദൈവം തരും. കാരണം ഇതിനെ തകർക്കാനായിട്ട് പറ്റില്ല. ഒത്തിരിയേറെ അപവാദങ്ങൾ ഞങ്ങൾക്കെതിരെ പറയുന്നു, കമ്പനിക്കെതിരെ വരുന്നുണ്ട്, ഒത്തിരിയേറെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പയ്യെ മുമ്പോട്ട് പോകാൻ പറ്റും. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നവർ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾ ഈ അടുത്ത നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയാസിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒത്തിരി ഇൻസിഡൻറ്റിലൂടെയൊക്കെ നമ്മുടെയൊക്കെ എത്രയോ ക്രിസ്തീയ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. ഞാനും പഠിച്ചത് ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്. ഞാനും പഠിച്ചു വന്നത്. ഞാനൊരു അക്രൈസ്തവനായിരുന്നു. ഞാൻ ക്രൈസ്തവ സമുദായത്തിലേക്ക് മാമോദിസ സ്വീകരിച്ച് ചേർന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ളത്. എൻ്റെ ബിടെക് എംടെക് ഒക്കെ ഞാൻ അറിയപ്പെടുന്ന ഒരു കോളേജിൽ നിന്ന് തന്നെയാണ് പഠിച്ചു വന്നത്. ഞാൻ ആ കോളേജിൽ പഠിച്ചുകൊണ്ടാണ് ഒന്ന് ഇൻഷർട്ട് ചെയ്യാനും ഷേവ് ചെയ്യാനും മുടി വെട്ടാനും നന്നായിട്ട് നടക്കാനും ഷൂ ഇടാനും ഒക്കെ പഠിച്ചത് ഞാൻ ആ കോളേജിൽ നിന്നാണ്. ഡിസിപ്ലിൻ എന്താണെന്ന് ഞാൻ പഠിച്ചത് കോളേജിൽ നിന്നാണ്. ഇനി 8:30 അവിടെ ഗേറ്റ് അടയ്ക്കും. 8:45 ആകുമ്പോൾ ഫസ്റ്റ് ബെൽ അടിച്ച് കഴിയുമ്പോൾ അവിടെ മെയിൻ ഗേറ്റ് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദ ക്യാമ്പസ്. ഒരു കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അങ്ങനെ 8:45 കോളേജിൽ കയറുക, 8:45 കോളേജിൽ കയറുക, അങ്ങനെ ഒരു സിസ്റ്റം ആ 5-6 വർഷം കൊണ്ട്, എൻ്റെ ബിടെക് എംടെക് പഠനം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ട് എൻ്റെ ഓഫീസിൽ ഞാൻ ഒരിക്കലും 9 മണി കഴിഞ്ഞ് കയറിയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ കയറും. എത്ര ലേറ്റായിട്ട് നമ്മൾ വോക്കിൽ നിന്ന് ഇറങ്ങിയാലും കറക്റ്റ് ഷാർപ്പ് 9 മണിക്ക് മുമ്പ് ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്തിരിക്കും, ഞാൻ പഞ്ച് ചെയ്തിരിക്കും. കാരണം അങ്ങനെ ഒരു ശീലം എനിക്ക് ആയി വന്നത് അവിടുന്ന്. ഇനി നന്നായിട്ട് ഫുഡ് കഴിക്കാൻ, വേസ്റ്റ് ഉണ്ടാവാതിരിക്കാനൊക്കെ എന്നെ പഠിപ്പിച്ചത് കോളേജിൽ നിന്നാണ്. ഇനി ഈവൻ ഡൈനിങ് റൂമിലാണെങ്കിൽ പോലും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കയറി ചെല്ലണമെന്ന് എന്നെ പഠിപ്പിച്ചത് കോളേജിൽ നിന്നാണ്. നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. നല്ലവണ്ണം ഫെസിലിറ്റിയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിപ്പിച്ചത് ആ സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം പൊങ്ങി വരുമ്പോൾ മറ്റ് പല സ്ഥാപനങ്ങളും താന്നു പോകും. കാരണം അത് വചനമാണ്. ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും.
കാരണം അത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സ്ഥാപനമാണല്ലോ, സഭയുടെ ഒരു സ്ഥാപനമാണല്ലോ. ഇത് തന്നെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നാളുകളിലെല്ലാം പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഒരു സംസ്ഥാനത്തെ മൊത്തം വേട്ടയാടിക്കൊണ്ടിരിക്കുക. പീഡനങ്ങൾ, മതപീഡനങ്ങൾ അഴിച്ചുവിടുന്നു, പലായനം ചെയ്യുന്നു. ഇത് വരുന്ന ആളുകളിൽ സംഭവിക്കാൻ പോണത് ഏറ്റവും കൂടുതൽ ഒരു ക്രൈസ്തവ കമ്മ്യൂണിറ്റി രൂപപ്പെടുന്ന അവിടുന്ന് ആയിരിക്കും. അത് ചരിത്രം നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. എവിടെയൊക്കെ രക്തം ചിന്തിയിട്ടുണ്ടോ അവിടെയെല്ലാം സഭ വളർന്നിട്ടേ ഉള്ളൂ, സഭ തളർന്നു പോയിട്ടില്ല. കാരണം ആദിമ നൂറ്റാണ്ട് തൊട്ട് ഇന്ന് ഈ മൊമെന്റ് വരെ രക്തം ചിന്താതെ ഈ സഭ വളർന്നിട്ടില്ല. എവിടെയൊക്കെ രക്തം വീണിട്ടുണ്ടോ അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. അത് രക്തസാക്ഷിത്വം തന്നെയാണത്. പലരും കർത്താവിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിപ്പോവാനും കാരണം ഈ ഒരു ഉള്ളിലെ കത്തലാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ പെട്രോൾ അടിക്കുന്ന പോലെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് അടിച്ച് ഒരു വണ്ടി എൻജിൻ വോക്ക് ചെയ്യുന്ന പോലെ. കാരണം അതിന് മുമ്പോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഈ ആക്സിലേറ്റർ ചവിട്ടുന്ന പോലെയാണ്. ചവിട്ടി കഴിഞ്ഞാൽ മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡെയിലി വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഈ സാധനം ഉള്ളിലൊരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ നിൽക്കും. അത് പൊട്ടിച്ചെതറും. കാരണം അതിന് പൊട്ടാതിരിക്കാൻ പറ്റില്ല. ഒരു ആറ്റം ബോംബ് പോലെ ഈ സാധനം. അതിങ്ങനെ ഒരു ചെയിൻ വർക്ക് പോലെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ പയ്യെ അതിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതിങ്ങനെ പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങും. അതിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വചനം ആരുടെ ഉള്ളിൽ നിറയുന്നോ അത് പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. അത് ഒഴുകും. അണയൊക്കെ പൊട്ടി ഒഴുകുന്ന പോലെ ഈ സാധനം ഒഴുകാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഓരോരുത്തരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, രണ്ടും കൽപ്പിച്ച് പോകുന്നത്, കർത്താവിന് വേണ്ടി മരിക്കുന്നത്. അല്ലേ, നമ്മളൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നവർ. ആദിമ നൂറ്റാണ്ടിൽ ഞാനൊക്കെ ഇങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്, റോമൻ തെരുവിൽ ന്യൂറോ ചക്രവർത്തിയുടെയൊക്കെ കാലത്ത് ക്രൈസ്തവരെ ഇങ്ങനെ നിർത്തിയിട്ട് ഈ ടാറ് തേക്കും അവരുടെ ദേഹത്ത്. ടാറിനകത്ത് അവരെ പിടിച്ചിട്ട് മുക്കും ജീവനോടെ. എന്നിട്ട് അവരുടെ ചുറ്റും ഇങ്ങനെ ചാക്ക് പൊതിയും. എന്നിട്ട് ഇവരെ ജീവനോടെ കത്തിക്കും. എന്നിട്ട് ഇങ്ങനത്തെ ജീവശവങ്ങൾ ഏതാണ്ട് 100-150 ജീവശവങ്ങൾ ഇങ്ങനെ കത്തി എരിഞ്ഞിരുന്നു റോമൻ തെരുവുകളിൽ വഴിവിളക്കാട്ട് ആദിമ നൂറ്റാണ്ട് തൊട്ട്. ഓരോ നൂറ്റാണ്ടുകളിൽ നമ്മൾ സഭയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പീഡനം അനുഭവിക്കുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി രക്തം ചിന്തുന്ന അനേക ജീവിതങ്ങളുണ്ട്. ഇനി യേശുവിന് വേണ്ടി വചനമനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് പോലും ഒരു രക്തസാക്ഷിത്വമാണ്. നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണ്, നമ്മൾ മരണപ്പെടുന്നതിന് തുല്യമാണ്. നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ ദിവസം ഇങ്ങനെ കടന്നു ചെല്ലുന്നത്, ഓരോ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നത് ആ ഒരു ത്യാഗത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവർ ഇതുപോലെ വേട്ടയാടപ്പെടുന്നത്. അതുപോലെ യേശുവിനെ വിമർശിച്ച് പറയുന്നവർ, കർത്താവിനെ അറിയാത്തവർ അവനെ വിമർശിച്ച് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിജീവനത്തിൻ്റെ ശക്തിയാണ്, കരുത്താണ്. യേശു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മോൾഡറാണ്, നമ്മുടെ ആത്മധൈര്യമാണ് കർത്താവ്. നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ യേശുവിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്, വചനത്തിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അത് കിട്ടാത്തവർക്ക്, അതിനെക്കുറിച്ച് അറിയാത്തവർ അവനെ വിമർശിച്ച് പറയും. അവൻ വിവാദപരമായ അടയാളമായിരിക്കും. നമ്മളും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ എടുത്താൽ മതി. നമുക്കെതിരെ വരുന്ന വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തൽ, പുറകീന്ന് കുത്തൽ, കാലുവാരൽ, ചെളിവാരി അടിക്കൽ, ഇതെല്ലാം നമ്മളും ഒരു വിവാദപരമായ അടയാളമായി മാറുന്നതിൻ്റെ സൂചനകളാണ്. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനും നീയും മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ്, എൻ്റെ ഉള്ളിൽ, നിൻ്റെ ഉള്ളിൽ വചനം ജനിച്ച് വളർന്ന് പന്തലിച്ച് അതിൻ്റെ ഫലം പലരും അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ കാരണം 4 പാടും എറിയും, ആക്രമിക്കും, കുറ്റപ്പെടുത്തും, ഈവൻ കുടുംബത്തിനകത്ത് പോലും. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഞാൻ സമാധാനമല്ല വാളാ കൊണ്ടുവന്നിരിക്കുന്നത്. സകലരും നിന്നെ എതിർക്കും. കാരണം നമ്മൾ വചനമനുസരിച്ച് ആയിക്കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ചേഞ്ച് വരാൻ തുടങ്ങും, നമ്മുടെ ജ്ഞാനത്തിൻ്റെ തോത് മാറാൻ തുടങ്ങും, നമ്മുടെ നിലപാടുകൾക്ക് മാറ്റം ഉണ്ടാവും, ശക്തിപ്പെടും. നമ്മൾ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിത്വങ്ങളായി മാറും, ജീവിതത്തിൽ ഉറച്ച നിലപാടെടുക്കും. തല പോയാലും നമ്മൾ നിലപാടിന് മാറ്റം വരുത്തില്ല. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ, അതിനപ്പുറം ഇപ്പുറം ഇല്ല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് പലർക്കും, കുടുംബത്തിലുള്ളവർക്കും വിഷയം ഉണ്ടാവും. അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലർക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല ചില നിലപാടുകൾ. മദർ തെരേസയെ എന്തുകൊണ്ട് ഇങ്ങനെ എതിർക്കാൻ കാരണം? ആ അമ്മ എന്താ ചെയ്തത്? കൽക്കട്ട തെരുവിൽ ഈ കുഷ്ഠം പിടിച്ച് ആരും നോക്കാനില്ലാത്ത വ്യക്തികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല മരിക്കാനായിട്ട് ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുന്നു. അമ്മയുടെ ലെറ്റർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിനകത്ത് മനോഹരമായൊരു സീനുണ്ട്. അമ്മയോട് വന്ന് ചില അക്രൈസ്തവ തീവ്രവാദികൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നത്? ഇത് നിർത്തണം.
അമ്മ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർ മരിക്കുന്നതിന് മുമ്പ് അവർ പുഞ്ചിരിച്ച് മരിച്ചോട്ടെ, അവർക്ക് മരിക്കാനുള്ളൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. വേറെന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് ഇതുപോലെ വേട്ടയാടപ്പെടുന്നത്? അതുപോലെ തന്നെ വിശുദ്ധർ അല്ലേ, തോമസ് ലേഖ എന്തുകൊണ്ടാണ് കുത്തിക്കൊന്നത്? ദൈവസഹായം പിള്ളേ എന്തുകൊണ്ടാണ് വധിച്ചത്? ഇതൊക്കെ തന്നെയാണ് കാരണം. നോട്ടപ്പുള്ളിയായിട്ടിരുന്ന അപ്പസ്തോലന്മാരൊക്കെ വധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, യേശു എന്തുകൊണ്ടാണ് വധിക്കപ്പെട്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിനെ എന്തുകൊണ്ട് അത്രമാത്രം എതിർത്തത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വചനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്നതാണ്. കാരണം ശിമയോൻ അമ്മയോട് പറഞ്ഞ കാര്യം, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും എന്ന് പറയുന്നത്. അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. ഞാൻ ഈ പാദ്രെ പിയോടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ പാദ്രെ പിയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുമായിരുന്നു ഇതല്ലേ കാര്യം. ഇപ്പം ഞാനും മനസ്സിലാക്കി എടുക്കാറുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ വചനം നിറയെ ഈ ഹെബ്രായർ 4:12 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവ ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനെക്കാട്ടിലും മൂർച്ചയേറിയത്, ചേതനയിലെ ആത്മാവിലെ സന്ധിബന്ധങ്ങളിലും മജ്ഞയിൽ തുളച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന വചനം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരാൾ ഒരു കാര്യം പറയുന്നു, അപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അയാളുടെ ഹൃദയത്തിന് അത് അയാൾ എന്ത് വിചാരിച്ചുകൊണ്ടാണ്, എന്ത് നിയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ ചിന്ത എന്താണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ വചനം നിറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ വചനമായിട്ട് മാറിക്കഴിഞ്ഞാൽ വചനത്തിൻ്റെ ഒരു മാസ്ക് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. എന്ത് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും അതിലൂടെ അരിച്ചിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ. ഒരു ഫിൽട്ടർ പോലെ ഈ വചനം നമ്മുടെ മുമ്പിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ ആ വചനം നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ അയാൾ എന്ത് ചിന്തിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന വചനം എന്നോട് പറഞ്ഞു തരും. അതാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. അപ്പം അതനുസരിച്ചായിരിക്കും ഞാനൊരു തീരുമാനം എടുക്കുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന വചനം എന്നോട് പറഞ്ഞു തരുന്ന അനുസരിച്ചായിരിക്കും ഞാൻ ഒരു തീരുമാനം എടുക്കുന്നത്. അതൊരിക്കലും നമുക്ക് തെറ്റത്തില്ല. അത് ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഭയങ്കര അസ്വസ്ഥപ്പെടുത്തും ആ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വചനം ഇന്നും എനിക്ക് തോന്നുന്നു ഈ പ്രപഞ്ചത്തിൽ മാനവരാശി എന്ന് വരെ ജീവിച്ചിരിക്കുന്നോ അന്ന് വരെ ദിസ് ഈസ് ആപ്ലിക്കബിൾ. ഈ വചനം പ്രാവർത്തികമായിക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം ക്രിസ്തുവിനെ അനുസരിച്ച്, വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ 4 പാടും എതിർക്കും. അവർ പീഡിപ്പിക്കപ്പെടും, എതിർക്കപ്പെടും, പ്രശ്നം ഉണ്ടാവും അവർക്ക്. നമ്മൾ ഇന്ന് നയിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞെ, നീ ഒരു പ്രശ്നം പോലും ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഇൻ ദ റോങ് പാത്ത്. പക്ഷെ നീ ക്രിസ്തുവിൻ്റെ വഴിക്കാണെങ്കിൽ നീ പ്രശ്നം ഫേസ് ചെയ്യും, അതിനെ മറികടക്കും. അതിനെ ജയിക്കാനുള്ളൊരു കരുത്ത് നിൻ്റെ ഉള്ളിൽ വചനമാകുന്ന ദൈവം അത് തരും. അങ്ങനെ നമുക്കും ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി മാറാം. അനുദിന ക്രൈസ്തവ ജീവിതവും ഓരോ രക്തസാക്ഷിത്വമാണ്. ഓരോ ദിവസം നമുക്കും ക്രിസ്തുവിന് വേണ്ടി മരിക്കാം. നമുക്ക് മരിച്ച് അവൻ ജീവിക്കട്ടെ, ക്രിസ്തു ജീവിക്കട്ടെ. ഇനി ഓരോ പ്രഭാതത്തിലും എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ ചിന്തയിലൂടെ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഫലങ്ങൾ പുറത്തു വരട്ടെ. ആമേൻ.